രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കോ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിച്ചിരുന്ന സിനിമ ഇന്ന് അതിൻ്റെ റിലീസായിട്ടുണ്ട്. ആ സിനിമ ഞാൻ കണ്ടു. കാര്യം സിനിമയെക്കുറിച്ച് നമ്മൾ വരുന്നതിന് മുമ്പ് അനീഫ് അദാനി എനിക്ക് തോന്നുന്നു ഒരുപാട് ഗ്രേറ്റ് ഫാദർ പോലുള്ള അല്ലെങ്കിൽ എബ്രഹാമിൻ്റെ സന്തതിയുള്ള സ്ക്രിപ്റ്റ് പോലെ ഉള്ള ഒരുപാട് സിനിമകൾക്ക് ശേഷം മിഖായൽ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു. മിഖായൽ എന്ന് പറയുന്ന സിനിമ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് അഭിപ്രായം അതിനകത്തുണ്ടാവും. പിന്നെ രാമേന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമേ ഞാൻ നോക്കിയിട്ട് അനീഫ് അദാനിയുടെ ലിസ്റ്റിൽ അത്ര നല്ലതല്ലാത്തതായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഇപ്പം നമുക്ക് മാർക്കോ എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി മുകുന്ദൻ, എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദനെ ഈ സിനിമയിൽ നായകനാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ തന്നെ. കാര്യം ഈ ഒരു ക്യാരക്ടറിന്, ഈ മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നല്ലൊരു ചോയ്സ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാര്യം അത്രയും ഗംഭീരമായിട്ടാണ് ഉണ്ണി മുകുന്ദൻ്റെ ഒരു പെർഫോമൻസ്. അതുപോലെ ജഗദീഷ് ആണെങ്കിലും നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ, ഇപ്പോൾ ജഗദീഷിനെ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ എബ്രഹാം ഓസ്ലർ ആണെങ്കിലും അല്ലെങ്കിൽ ഗരുഡനകത്ത് ഉള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും കാപ്പ സിനിമയാണെങ്കിലും ഈ ഫാലിമി എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അങ്ങനെ ഈ അടുത്ത കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇതുവരെ ജഗദീഷ് മമ്മൂക്കയുടെ കാര്യം പറയുന്ന കണക്കാണ്. മമ്മൂക്കയും ജഗദീഷും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജഗദീഷ് ഒരു ക്യാരക്ടർ റോളുകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും രണ്ടുപേരും ഇതിനു മുമ്പ് ഒരിക്കലും എടുക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും എടുത്തിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിനിമയിലെ ഒരു യാത്രയെ കൂടെ മുന്നോട്ട് പോയിരിക്കുന്ന രണ്ട് ആൾക്കാരാണ് മമ്മൂക്കയും ജഗദീഷും. അപ്പോൾ ജഗദീഷിനെ നമ്മൾ എടുത്തു പറയണം. ജഗദീഷിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മളെല്ലാ സിനിമ കണ്ടിട്ട് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടറുകളും ഇതിനകത്തുള്ള എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും സിനിമ കാണുക. ഇപ്പോൾ റിവ്യൂ എന്ന് പറയുന്ന പേരിൽ അല്ലെങ്കിൽ ഒപ്പീനിയൻ പങ്കുവെക്കുക എന്ന് പറയുന്ന പേരിൽ ഒരു സിനിമയുടെ എല്ലാ കാര്യങ്ങളും ആർക്കും വിളിച്ചു പറയാൻ പറ്റത്തില്ല. അങ്ങനെ വിളിച്ചു പറയുന്നത് ശരിയുമല്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം നമുക്കൊരു ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 18+ മേളിലോട്ടുള്ള ആൾക്കാർ ഈ സിനിമ കാണുമെന്ന് പറയുമ്പം ഇപ്പം നമുക്ക് ഒരുപാട് തരത്തിലുള്ള സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുണ്ടാവും. ആക്ഷൻ സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ, കോമഡി സിനിമകളെ അല്ലെങ്കിൽ ഫാമിലി സിനിമകളെ അത്തരത്തിലുള്ള സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നായകൻ അല്ലെങ്കിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥ, ചെറുപ്പക്കാരെന്ന് നമുക്ക് പറയുമ്പോഴത്തേക്ക് എല്ലാ കൂട്ടം ചെറുപ്പക്കാരെ എല്ലാവരെയും കൂടെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. അല്ലാത്ത ആൾക്കാരെ, ഒരു ഒട്ടുമിക്ക ആൾക്കാരെയും, അതായത് ഈ സിനിമ ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആക്കി നിലനിർത്തിയിരുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. കാര്യം അത്തരത്തിലുള്ള രീതിയിൽ അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം മാർക്കോ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനകത്തൊരു അടിവരയിട്ട് പറയാം. കാര്യം ഇപ്പം എല്ലാവർക്കും ഇത്തരത്തിലുള്ള എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം എന്തായാലും ഈ ഒരുക്കാവുന്നതിൻ്റെ അല്ലെങ്കിൽ ചെയ്തു വെക്കാവുന്നതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഉണ്ണി മുകുന്ദനും അനീഫ് അദാനിയും ചേർന്ന് ഈ സിനിമ, അതുപോലെ ഷറീഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു സിനിമ, അതും ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരാളെ നായകനാക്കിയിട്ട് ഇത്തരത്തിലുള്ളൊരു സിനിമ ഒരുക്കാൻ വേണ്ടി വന്ന് അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാര്യം അത്രയും വലിയ രീതിയിലുള്ളൊരു മുതൽ മുടക്കും അത്രയും വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്ത് സിനിമാ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക, അതായത് മാക്സിമം തിയേറ്ററുകളിലേക്ക്, മാക്സിമം സ്ക്രീനുകളിലേക്ക് ഒരു സിനിമ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാര്യം അതിനുള്ള രീതിയിലുള്ള എല്ലാ പ്രൊമോഷൻ അല്ലെങ്കിൽ എല്ലാ സിനിമയുടെ ഭാഗത്തു നിന്നുള്ള പരസ്യത്തിൻ്റെ ഭാഗം എല്ലാം ഷറീഫ് മുഹമ്മദ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്കിനകത്ത് ഓരോ ആർട്ടിസ്റ്റുകളും ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങളെ ഓരോ നടന്മാരാണ് ഈ സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ആര് തന്നെ ആയാലും കാര്യം നമുക്കിതിനകത്ത് വേണ്ട അല്ലെങ്കിൽ പോരാ എന്ന് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാര്യം അത്രയും നല്ല രീതിയിലാണ് ഈ സിനിമയിലെ ഓരോ ക്യാരക്ടറിനെയും എനിക്ക് തോന്നുന്നു അനീഫ് അദാനി ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഉണ്ണി മുകുന്ദനിലേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ണി മുകുന്ദൻ ഈ ഒരൊറ്റ സിനിമ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഉണ്ണി മുകുന്ദന് എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടെന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഉണ്ണി മുകുന്ദന് തന്നെയാണ് മലയാളത്തിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ദുൽഖർ സൽമാനെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെയോ ഫഹദ് ഫാസിലിനെയോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഈ റോളിലേക്ക്. പക്ഷേ ഇപ്പോൾ ദുൽഖർ സൽമാനെയൊക്കെ പോലുള്ള ഒരു താരമായിരുന്നുവെങ്കിൽ, കാര്യം അദ്ദേഹത്തിന് ശക്തമായ ഫാൻ ബേസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, സിനിമയെക്കാളും ഉപരി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ ചെയ്തിരിക്കുന്ന ഈ റോളിലേക്ക് ദുൽഖറിനോളം ആരാധകരുള്ള ഒരാളായിരുന്നു ഉണ്ണി മുകുന്ദനെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയിലെ 4ാമത്തെ സൂപ്പർ സ്റ്റാർ ആയത് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഉണ്ണി മുകുന്ദൻ ആയതുകൊണ്ട് ഈ വരുന്ന കുറേ സിനിമകളിലൂടെ ഇതുപോലുള്ള രീതിയിൽ പ്രേക്ഷക തിയേറ്ററിൽ എത്തിച്ചാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഏതായാലും സിനിമ വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.